ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ കോഴി കൊണ്ടുള്ളൊരു ചിക്കൻ കപ്സയാണ്. അപ്പോൾ ഈ ചിക്കൻ കപ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 2 ഫുൾ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ ക്ലീനാക്കി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. 1.5 കിലോ അരി വെച്ചിട്ടാണ് നമ്മളിവിടെ കപ്സ വെക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ അരിയൊക്കെ നല്ലപോലെ കഴുകി ഒരു അരമണിക്കൂർ കുതിർത്ത് വെക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് ഏലക്കായ, പട്ട, ഗ്രാമ്പു ഇത്രയും ഇട്ട് പൊട്ടിയതിന് ശേഷം ഒരു 3 സവാളയും ഒരു കഷ്ണം ക്യാരറ്റും ചെറുതാക്കി അരിഞ്ഞ് ഇതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നല്ലപോലെ ഒന്ന് വാടി വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഉള്ളിയൊക്കെ വഴണ്ടി വരുന്ന സമയം കൊണ്ട് നമുക്കൊന്ന് 4 തക്കാളി എടുത്ത് ജ്യൂസ് അടിച്ച് വെക്കാം. നമ്മൾ കപ്സയിലേക്ക് തക്കാളി മുഴുവനായിട്ടല്ല ചേർക്കേണ്ടത്, ജ്യൂസ് അടിച്ചിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ തക്കാളി ഒന്ന് ജ്യൂസ് അടിച്ചെടുത്ത് വെക്കുന്നത്. ഉള്ളി നല്ലപോലെ വഴണ്ടി വന്നിട്ട് അതിലേക്ക് കുറച്ച് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് പേസ്റ്റാക്കി അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കപ്സ മസാല ചേർത്ത് കൊടുക്കാം. 1 കിലോ അരിക്ക് 3 ടേബിൾ സ്പൂൺ കപ്സ മസാലയാണ്. അപ്പോൾ നമ്മളിവിടെ 1.5 കിലോ അരി ആയതുകൊണ്ട് ഒരു 5.5 ടേബിൾ സ്പൂൺ കപ്സ മസാല ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ജ്യൂസ് അടിച്ച് വെച്ച തക്കാളിയും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മാഗി ക്യൂബാണ്, ചിക്കൻ സ്റ്റോക്ക്. അതിനായിട്ട് ഞാനിവിടെ ഒരു 4 മാഗി ക്യൂബാണ് എടുത്തിട്ടുള്ളത്. ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മാഗി ക്യൂബൊക്കെ ചേർത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിൽ ഉപ്പ് ചേർക്കാവൂ. കാരണം മാഗി ക്യൂബിന് ഓൾറെഡി ഉപ്പുണ്ടാവും. അതും കൂടെ നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. ഇനി നമുക്കിതിലേക്ക് കുരുമുളകിൻ്റെ മണി കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വെള്ളമാണ്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന തോതിലാണ് ഞാനിവിടെ വെള്ളം അളന്നെടുത്തിട്ടുള്ളത്. അപ്പം അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ഡ്രൈ ലെമൺ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ മൂടി വെക്കാം. നമ്മൾ കുതിർത്ത് വെച്ച അരി വെള്ളം ഒഴിവാക്കി നല്ലപോലെ ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് ഈ അരിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അരിയും കൂടെ ചേർത്ത് നല്ലപോലെ ഇതൊന്ന് ഇളക്കി ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നമുക്കിതൊന്ന് നല്ലപോലെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഉപയോഗിക്കുന്ന ചിക്കന് കുറച്ച് വേവുണ്ട്. അതുകൊണ്ട് ആദ്യം തന്നെ ഞാനിതൊന്ന് കുറച്ച് കപ്സ മസാലയും ഉപ്പും ചേർത്ത് കുക്കറിലിട്ട് ഒന്ന് 3/4 വേവാക്കി വെച്ചിരുന്നു. ചോറൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ വേവിച്ച് വെച്ച ചിക്കനും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒന്നും കൂടെ വേവാൻ വേണ്ടി മൂടി വെക്കാം. ചോറൊക്കെ നല്ലപോലെ വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഈ ഒരു കുപ്പിയിലുള്ളൊരു 3/4 ഭാഗം ടൊമാറ്റോ സോസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക്
അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും അതിലും കുറച്ചും കൂടെ കുറവ് പുതിനയും എടുത്ത് ഇതിൻ്റെ മുകളിൽ നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് സമയം അവിടെ ആവിയിലിടാം. ഇങ്ങനെ ചെയ്തത് കൊണ്ട് തന്നെ നമ്മുടെ ചോറ് നല്ല കറക്റ്റ് പാകത്തിനുള്ള വേവൊക്കെയായി കറക്റ്റ് ഇതായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളി കബ്സയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്.